ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. എന്തൊക്കെയാണ് ആ തീരുമാനങ്ങൾ? ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇംപേഷ്യൻസ് ആണ്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ ഒരു ക്ഷമയില്ലാത്ത ഒരു സ്വഭാവ പ്രകൃതമുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ക്ഷമയില്ലാത്തൊരു സ്വഭാവ പ്രകൃതം, അതായത് ക്ഷമയില്ലാത്തത് കൊണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുത്തി തീർത്തു, അല്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാണിച്ചു കൂട്ടി എന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകണമെന്ന് ഈ പേഴ്സൺ വിചാരിച്ച ഒരു കാര്യമാണ് ഈ റിലേഷൻഷിപ്പ്. നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ അതിന് സാധിച്ചില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റിവിറ്റി വരുന്ന രീതിയിലുള്ള ഒരു ക്ഷമയില്ലാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ എന്താ പറയാ, ക്ഷമയില്ലാത്ത രീതിയിൽ ഈ പേഴ്സൺ എന്തൊക്കെയോ ചെയ്തു കൂട്ടി അത് പിന്നീട് ബുദ്ധിമുട്ടുകളായി മാറി എന്നാണ് കാണിക്കുന്നത്. അത് ക്ഷമയില്ലാത്ത രീതിയിൽ ഈ പേഴ്സൺ നിങ്ങളോട് ദേഷ്യപ്പെട്ടതാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിനോട് ദേഷ്യപ്പെട്ടതാകാം, അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ക്ഷമയില്ലാതെ എന്തൊക്കെയോ ഈ പേഴ്സൺ ചെയ്തു കൂട്ടി. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഈ റിലേഷൻഷിപ്പിനെ നെഗറ്റീവായിട്ട് ബാധിച്ചു എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുനരുദ്ധാനം ചെയ്യണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. എന്ത് കാരണം കൊണ്ടാണോ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ആ പ്രശ്നങ്ങളെല്ലാം സ്വന്തമായി തന്നെ പരിഹരിക്കണമെന്നും സ്വന്തമായിട്ട് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നും തന്നെയാണ് ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ പേഴ്സൺ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എന്താണോ ഈ പേഴ്സണായിട്ട് ഇല്ലാണ്ടാക്കിയത്, ഇപ്പൊ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ റിലേഷൻഷിപ്പില് എന്താണോ ഈ പേഴ്സൺ ഇല്ലാണ്ടാക്കിയത്, ആ ഒരു കാര്യം അത് ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ അത് എന്താ പറയാ, ഉണ്ടാക്കിയെടുക്കണമെന്ന്, അതായത് എന്താണോ ഇല്ലാണ്ടാക്കിയത് അത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കണമെന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സന്റെ ക്ഷമയില്ലാത്ത സ്വഭാവം കാരണം ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള വിശ്വാസമായിരിക്കാം, സ്നേഹമായിരിക്കാം. അപ്പോൾ അത് എങ്ങനെയെങ്കിലും വീണ്ടെടുക്കണമെന്ന്, അതെങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. അതുപോലെ ഈ റിലേഷൻഷിപ്പ് എന്ത് വില കൊടുത്തും പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. കാരണം പെർഫെക്റ്റ് ടൈമിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പേഴ്സൺ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങളുമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ വന്നു, അത് വന്നു, ഇത് വന്നു. പക്ഷേ ഈ പേഴ്സൺ ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് വിഷമം തോന്നിയെങ്കിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു സമയമുണ്ട്. ഇപ്പോ എന്തുകൊണ്ടോ ഒരു മോശ സമയമായിട്ടാണ് ഈ റിലേഷൻഷിപ്പിനെ കാണുന്നത്. അതായത് ഈ പേഴ്സൺ മനസ്സിൽ വിചാരിക്കുന്ന കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടോ പറ്റിയ സമയമല്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പെർഫെക്റ്റ് സമയത്തിന് വേണ്ടിയിട്ട്, യഥാർത്ഥ നല്ല സമയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം എന്നുള്ള ഒരു മെന്റാലിറ്റിയും കൂടി ഈ പേഴ്സൺ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഈ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് ഈ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യണം. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ റിലേഷൻഷിപ്പ് അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നും എന്ത് വില കൊടുത്തും ഈ റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നും ഈ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം
എന്താ പറയാ, എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായാലും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം, ഈ റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, സത്യസന്ധമായിട്ട് നിൽക്കണം. ഇതൊക്കെ തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കാൻ ഈ പേഴ്സൺ തയ്യാറല്ല എന്നുള്ളതാണ്. അത് എന്തൊക്കെ പ്രോബ്ലംസ് വന്നാലും ചിലപ്പോൾ ആദ്യമൊക്കെ ഓക്കെ, നിങ്ങളെ വേറെ ആരെങ്കിലും സ്വന്തമാക്കിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരിക്കാം ഈ പേഴ്സൺ നിന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എന്ത് വില കൊടുത്തും ഞാൻ നിന്നെ സ്വന്തമാക്കും എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ്. അതുപോലെ കർമ്മ വളരെയധികം ചുരുളഴിയുന്ന ഒരു കണക്ഷനും കൂടിയായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം കർമ്മ ഭയങ്കരമായിട്ട് ചുരുളഴിയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് പോലും പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആകാനാണ് കൂടുതൽ സാധ്യത. ഇപ്പോൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്ന് പറയുമ്പോൾ മുജ്ജന്മ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ മുജ്ജന്മ ബന്ധം വരുമ്പോൾ കുറെ പേർക്ക് നല്ലതായിരിക്കും, കുറച്ച് പേർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കണക്ഷനും കൂടി ആയിരിക്കും. അതായത് കഴിഞ്ഞ ജന്മത്തിൽ ഇപ്പോൾ നിങ്ങളാണ് ഈ പേഴ്സണെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജന്മത്തിൽ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? അതായത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എന്താണോ ചെയ്തത് അതിന്റെ നേരെ എതിരായിട്ട് വരുന്ന ഒരവസ്ഥ. അപ്പൊ അങ്ങനത്തെ ഒരു കർമ്മയും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് കൂടുതലും വന്നിരിക്കുന്നത് പാസ്റ്റ് ലൈഫിൽ നിന്ന് തന്നെയാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഭൂരിഭാഗം ആൾക്കാരും പാസ്റ്റ് ലൈഫ് കണക്ഷനിലുള്ള ആൾക്കാരാണ്. മനസ്സിലായോ? അപ്പോൾ ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കർമ്മം ഭയങ്കരമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും. നിങ്ങൾ എത്രമാത്രം മര്യാദക്ക് മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ചാലും ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് വിഷമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ രണ്ടുപേരും മര്യാദക്ക് മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ചാലും അവിടെ പ്രോബ്ലംസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ എന്തൊക്കെയാണെങ്കിൽ പോലും ഇവിടെ സെൽഫ് കൺട്രോൾ ആൻഡ് പേഷ്യൻസ് ആൻഡ് ബാലൻസ് കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. കാരണം ഇവിടെ സ്വന്തമായിട്ട് മനസ്സിന്റെ കൺട്രോൾ കളയുന്ന രീതിയിലുള്ള ഓരോ കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. അത് ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യമാണെങ്കിലും ഒരുപാട് ചിന്തിപ്പിക്കുന്ന കാര്യമാണെങ്കിലും ഇറിറ്റേഷൻ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് പിന്നെയും കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും ഒന്ന് സമാധാനമായിട്ട് നിൽക്കാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയല്ല. വളരെ പെട്ടെന്ന് തന്നെ എന്താ പറയാ നെഗറ്റീവ്, അതായത് പെട്ടെന്ന് തന്നെ എന്താ പറയാ ദേഷ്യപ്പെടുകയും റിയാക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. അപ്പൊ അതുകൊണ്ട് സെൽഫ് കൺട്രോളിലേക്ക് വരാനും സമാധാനപരമായിട്ടുള്ള രീതിയിലും ഒരു ബാലൻസിങ് എനർജിയിലേക്ക് വരാനുമാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പേഴ്സന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്നു. അതായത് അത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ശാരീരികവും മാനസികവുമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. എന്തൊക്കെയോ കാര്യങ്ങളിൽ പോസിറ്റിവിറ്റി കാണിക്കുന്നുണ്ട്. അത് എന്തെങ്കിലും പ്രൊമോഷൻ കിട്ടിയതാകാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു ഹാപ്പി ന്യൂസ് ആകാം, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് സക്സസ് ആയതാകാം. അങ്ങനെ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ പേഴ്സന്റെ കോൺഫിഡൻസിനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ, അതായത് ഈ പേഴ്സന്റെ കോൺഫിഡൻസിനെ കൂടുതൽ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ, കൂടുതൽ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഗ്രേറ്റ്ഫുൾ ഒപ്റ്റിമിസം ആണ്, ജോയ്സസ് വ്യൂ ഓഫ് ദ ഫ്യൂച്ചർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് വിജയകരമാക്കി എടുക്കണമെന്നുള്ള ഒരു വാശിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് ഈ പേഴ്സണ് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് മാറിപ്പോയതായിട്ട് കാണിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അതിന് ആ പ്രശ്നത്തിന് തക്കതായിട്ടുള്ള സൊല്യൂഷൻ, എന്തൊക്കെയോ സൊല്യൂഷൻ അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു ഉപായം, ഒരു പരിഹാരം ലഭിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പേഴ്സന്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഈ പേഴ്സണ് ഭയങ്കരമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സാധിക്കാൻ പറ്റും. എനിക്കിതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ കൊണ്ടുവരാൻ സാധിക്കും, ഞാൻ സാധിച്ചെടുക്കും, എന്നെ കൊണ്ട് കഴിയും എന്നുള്ള ഒരു മെന്റാലിറ്റിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ ആദ്യമൊക്കെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ ഈ പേഴ്സൺ പറയാറുണ്ടായിരിക്കാം, ഓ ഇത് സക്സസ് ആകോ ഇല്ലേ എന്നുള്ളത് എനിക്ക് അറിയില്ല, ഞാൻ എൻ്റെ പരമാവധി നോക്കാം, എനിക്ക് ഉറപ്പൊന്നുമില്ല, എനിക്ക് നിനക്ക് ഉറപ്പ് തരാനായിട്ട് എനിക്ക് അത്രയും ഉറപ്പില്ല എന്നൊക്കെ ഈ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളോട് യെസ് ഓക്കെ നീ തയ്യാറായിട്ടിരുന്നോളൂ, ഞാൻ റെഡിയാണ്, അല്ലെങ്കിൽ ഞാൻ എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ പറയുന്ന ഒരു തലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് ഓൾസോ റിലീസിങ് ദ ഡിഫിക്കൽട്ടി ആണ്. ഈ പേഴ്സണെ എന്താണോ കൂടുതൽ പേടിപ്പിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്താണോ അതിനെ റിലീസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് ഈ പേഴ്സൺ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഈ പേഴ്സൺ ഉള്ളത്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണ് അത്രയും ഒരു പോസിറ്റിവിറ്റി എനർജിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താന്ന് വെച്ചാൽ ആ ഒരു ഡിഫിക്കൽറ്റി റിലീസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു മോശപ്പെട്ട ഡിഫിക്കൽട്ടി ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് റിലീസ് ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ടേക്ക് ലെസ് ആൻഡ് ഫീൽ മോർ ആണ് കാണിക്കുന്നത്. കാരണം ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു എന്താ പറയാ, നിങ്ങളുമായിട്ടുള്ള ഒരു ഫീലിങ്സ് ആണ് ഈ പേഴ്സൺ ഇപ്പോൾ അധികമായിട്ട് ഫീലിങ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ളൊരു ഫീലിങ്സ് ആണ്. നിങ്ങളുടെ മനസ്സിപ്പം എങ്ങനെയായിരിക്കും, നിങ്ങളുടെ സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണ്, നിങ്ങളുടെ സ്നേഹം എന്താണ്, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ ആത്മാർത്ഥത, ഇതിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? ഇപ്പൊ നിങ്ങളുമായിട്ട് ഒട്ടും തന്നെ സംസാരിക്കുന്നില്ലായിരിക്കാം, ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ദൂരെ ആയിരിക്കാം, നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരിക്കാം. പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും നിങ്ങളുമായിട്ട് നിങ്ങളുടെ ആ ഒരു ഫീല് ചെയ്യാനാണ്, അതായത് നിങ്ങളുടെ ആ ഒരു സ്വഭാവം കാര്യങ്ങളൊക്കെ ഫീല് ചെയ്യാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഗിൽറ്റി ആണ്. ഐ ഫീൽ ദ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്ഡ്. ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള തെറ്റുകൾ കാരണം നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ അതിൻ്റെതായിട്ടുള്ള പശ്ചാത്താപമുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഈ പേഴ്സൺ ഒരുപാട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജന്മത്തിൽ നമ്മൾ വേദനിക്കണം, അത് കർമ്മയാണ്. അപ്പോൾ അതങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്താ പറയാ, ഈ പേഴ്സൺ ഒരുപാട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ ഈ പേഴ്സന് കുറ്റബോധമുണ്ട് എന്നാണ് പറയുന്നത്. ഉത്രം നാള് കിട്ടിയിട്ടുണ്ട്. ലെറ്റർ എഫ്, ഒമാൻ, കേരള, 24, 16, കുവൈറ്റ്, 2002, വെഡ്ഡിംഗ് ഒക്കേഷൻ. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലും പറ്റുമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.